സ്വന്തം കൈയുടെ ഭംഗി ആസ്വദിക്കുക. എന്താ എന്താ എന്നടി എടി എന്നാടി എടി കള്ളിക്കുഞ്ഞാനോടി എടി വായിന്ന് കൈയെടുക്കടി എടി കൈയൊക്കെടി വായിന്ന് കൈയൊക്കെടി വായിന്ന് കൈയൊക്കെടി കൈ അവന് പൊന്നെ അവന് കുഞ്ഞെവിടെയാ അവന് കിളിക്കുഞ്ഞെവിടെയാ അവന് ചൊത്താണോ? ഉറക്കത്തിൽ പൊന്നേന്ന് വിളിക്കുമ്പോൾ കണ്ണുപോലും തുറക്കാണ്ട് ചിരിച്ച് കാണിക്കും. അമ്മയുടെ തങ്കക്കൂടെ എവിടെ? കൈ വായി വെക്കുന്ന പരിപാടി കഴിഞ്ഞപ്പോൾ കാലെടുത്ത് വയൽ വെക്കുന്നു. എനിക്ക് എന്ത് പറ്റിയതായിരുന്നു? കൊതു കുട്ടിയാണ് ചുന്തരന്നെ അമ്മയുടെ തങ്കക്കൂടെ അമ്മേൻ്റെ പൊന്നെവിടെ? അമ്മേൻ്റെ കിളിക്കുഞ്ഞെവിടെ? ഇന്നു എവിടെ? ഇന്നുവേ എന്തൊക്കെ പേരാ എൻ്റെ കൊച്ചിന്. ഞങ്ങളെ ലൂക്ക് എന്ത് ചെയ്യുന്ന നോക്കട്ടെ. എടാ എന്തുവാടാ ഇത്? എടാ അതെങ്ങനെ അതിനകത്ത് കയറിയടാ? ചാച്ചു മോനെ അവനെ വിട്ടെ ജാനു രക്ഷിക്ക്. ജാനു രക്ഷിക്കടി മോനെ. എടാ ഇറക്കി വിടണം. എടാ നോക്കും പേടി, അവന് പേടിയാ. ഇറക്കി വിട അവനെ. ഇറക്കോ? അയ്യോ രക്ഷപ്പെട്ടടാ ഉമ്മച്ചാ, രക്ഷപ്പെട്ടു. കിടുവിൻ്റെ കൂട്ടി കയറില്ല നീ കേട്ടോ. ആ ജാനു കയറാൻ വേണ്ടിയിട്ടാ പിന്നെയും അവിടെ കയറാൻ വേണ്ടി പിന്നെയും പുറകെ നടക്കുന്നു. ഞങ്ങളുടെ കിടു അമ്മു കുഞ്ഞടങ്ങിയിരിക്കുക. അവനെടുത്ത് വെച്ചാ ഞങ്ങള് എന്നാമോ കാക്കയല്ലടാ കപ്പപ്പഴങ്ങി കുടിച്ചാണിച്ച എല്ലാരെയും. മിടുക്കൻ. ഇപ്പൊ മസിലൊക്കെ വരും. അവന് പോലും ഇല്ല. അങ്ങനെ കുടിക്കുന്ന സൗണ്ടാ. അതായത് നോക്കൂ, നമ്മുടെ വീട്ടിൽ വന്ന ഒരു വിരുന്നുകാരൻ കുട്ടിയാണ് ഇവൻ. ഇപ്പൊ പക്ഷെ വിരുന്നുകാരനല്ല, ഞങ്ങളിവിടെ അപ്രന്റീസായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. കണ്ട കപ്പ, തൈര്, മോരുകറി, ചുട്ട ഉണക്കമീൻ. അതായത് വല്ലപ്പോഴും വീട്ടിൽ വിരുന്നിന് വരുന്നവനെ കൊണ്ട് ഈ പഴകഞ്ഞി കുടിപ്പിക്കണതിലും വേണം ഒരു ധൈര്യം. കുടിക്കുമ്പോനെ ന്യൂ ജനറേഷൻ മോനെ കുടിക്കണം. ഇത് 2K പഴകഞ്ഞി, ഇത് 90s പഴകഞ്ഞി, ഇത് 80s പഴകഞ്ഞി. അതെ. ഇതിങ്ങനെ അങ്ങോട്ട് ഇളക്കണം. നീ കുടിച്ചിട്ടുണ്ടായിരുന്നു? അയ്യോ ആ പാവം 21 വയസ്സ് അടുത്ത മാസം. കുഞ്ഞ് കഴിച്ചിട്ടില്ല. അതെല്ലാം കഴിപ്പിച്ചിട്ടേ വരുന്നുള്ളൂ. ഇങ്ങനെ കൈ ഇതുണ്ടല്ലോ കൈ അകത്ത് മൊത്തം കഴിക്കുന്ന പോലെ നോക്കാം. അങ്ങനെയുള്ളൊക്കെ വേറെ സൂത്രം കൂടെ അതിനെ തിട്ടൊരു വച്ച. ഇപ്പൊ ആദ്യം ഇത് തിന്നുന്നതിന് ഒരു നാക്കുണ്ട്. ഇത് ചുട്ട മീന്റെ തൊലി ഇങ്ങനെ ഇളക്കണം. ഉണക്കമീനാ? മീനാടാ? വേണ്ട, അവന് ഇഷ്ടമുള്ള തിന്നട്ടെ. ഇത് തൊലി ഇങ്ങനെ മാറ്റുക. നിനക്ക് ചുട്ട മീൻ കഴിച്ചിട്ടുണ്ടോ? ഉണക്കമീൻ ചുട്ടത് കഴിച്ചിട്ടുണ്ടോ? ഇപ്പൊ കഴിപ്പിച്ചേരാം. ഇതിങ്ങനെ തൊലി മാറ്റണം. ഇത് ശകലം ഇങ്ങനെ അങ്ങോട്ട് ഇത് തൊലി മാറ്റിയപ്പോ അതോടെ നിർത്തി. അപ്പൊ അതിന് കുടിച്ചോണ്ടെടുത്താ മതി. കുടിക്കാതെ പച്ചമുളക് ഉണ്ടോന്നേ. ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള പെൺകുട്ടിയാണ് ഇവിടെ ഉണ്ടാക്കാൻ. നോക്ക് ഇനി അടുത്ത മീനിട്. അവിടെ ഇട്. എന്തുവാടാ അതുകൊണ്ട് പോന്നു. ഫോൺ പിടിച്ചേ. ഇങ്ങനെ പഴങ്ങി കുടിക്കുക. പച്ചമുളക് കടിക്കുക. ഞാൻ പച്ചമുളക് കടിക്കുന്നുണ്ടോ ഇവ വെച്ചങ്ങ് ചവച്ചു. അടുത്തതായിട്ടെന്ന് പറഞ്ഞാൽ വീട്ടിൽ ജീവിതത്തിൽ പഴിക്കഞ്ഞു കുടിക്കാത്ത കിറ്റുമാണ്. ഇതൊക്കെ അന്യം നിന്ന് പോകുന്ന മൺമറഞ്ഞു പൊക്കിക്കൊണ്ടിരിക്കുന്ന കലാരൂപങ്ങളാണ്. വൈകിട്ട് എല്ലാവരെയും ചക്ക നാളെ ചക്കപ്പഴങ്ങി തരാം. ഓട്ടോമാറ്റിക് വാക്കും പറഞ്ഞു എല്ലാം ഓട്ടോമാറ്റിക്കാ.
ഓട്ടമാജി കോരി കൊടുത്ത ഓട്ടമാജി ആരെ ഫസ്റ്റ് അടിക്ക് നോക്കാണേ. ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ അവൻ ഉടച്ചിട്ടൊക്കെ ഉടയുന്നില്ല. എരിയുന്നേ കുറച്ചുടച്ചാൽ മതി. കഴിക്കുക ഒരുപാട് ആവശ്യം വേണ്ട. അല്ല ഓടന്നു വാരി തിന്ന് ഇങ്ങോട്ട് വാരി തിന്ന മോനെ. ആ തിന്നിട്ടേ ഇരിക്കണം. വെള്ളമില്ലയോ? വാ നാറുന്നുണ്ടോ? അല്ല നീറുന്നുണ്ട്. ഇപ്പൊ കാറ്റടിച്ചാണോ? കണ്ണുനീര് തുടച്ചിട്ട് പറ എരിയുന്നില്ലെന്ന്. ഞാൻ രാവിലെ അവിടെ കിടക്കുമ്പോ കിടു ആരാ കയറ്റി വിട്ട റൂമി തന്നെ വന്നു. അതിന്റെ എന്തൊക്കെയാണ് പറഞ്ഞു. ഞാൻ അവിടെ മിണ്ടാതെ കിടന്നു. ഞാനും കിടന്നു. പകുതി കിട്ടും. പാത്രം ഇങ്ങനെ വെച്ച് കുടിച്ചേ. ഇങ്ങനെ കുടിക്കുന്നവർക്കാ കളിപ്പാട്ടം. പാത്രം പോലെ ഇതാണ് കുഞ്ഞ്. ഇതാണ് ഞങ്ങളുടെ നാടൻ കുഞ്ഞ്. മൂക്ക് കൊണ്ട് വലിക്കണം. മൂക്കി കയറും. കൊഞ്ചലങ്ങ് മൂളി. ഇനി നമ്മൾ അമ്മൂനെ എവിടെ ഇരുത്തുന്നത്? അമ്മൂൻ സൗണ്ട് ഇല്ല. സൗണ്ട് വെക്കണേ. മുടിയെ നോക്കി. കപ്പ പഴകിഞ്ഞ് കുടിക്കണമെന്ന് പറയാം എല്ലാരും. എന്നാ മോനെ മനസ്സിലാവുന്നോ കപ്പ പഴകിഞ്ഞ് കുടിച്ചാ? പറ. അപ്പൊ പറയുന്നല്ലോ അറിയോ? അപ്പൊ പറയുന്നല്ലോ പറ. എന്നെ പോലെ മസിൽ വേണമെങ്കിൽ പറ. കപ്പ പഴകിഞ്ഞ് കുടിക്കുക. സെറ്റ്. ഓൾ ദ ബെസ്റ്റ് പറ. ഓൾ ദ ബെസ്റ്റ്. എല്ലാരും കൂട്ടി കയറിക്കോ. ഇതാണ് ഇത്ര നേരം ക്യാമറ എടുത്ത് വെക്കറി. ക്യാമറമാനത്തെയും കണ്ടോ പഴകഞ്ഞു കുടിക്കുന്നത്. അയ്യോ നിങ്ങൾ ആരും വറുത്ത മുളക് കൂട്ടിയില്ലല്ലോ? ഇല്ല. അന്ന് കൂട്ടാന് എരിക്കും. നിനക്കരിക്കൂല. പച്ചമുളക് അടിച്ചിരുന്ന് ഒത്തുന്നുണ്ടാണോ? എടാ ഇതിലൊരു ഞങ്ങളുടെ ക്യാമറമാനത്തെയാണേ. എന്നിട്ടാണ് നിനക്ക് എരിഞ്ഞില്ല. പച്ചമുളക് തന്നെ എടുത്ത് കഴിച്ചു പെട്ടെന്ന് കൂടെ തീരട്ടെ. ഹായ് ഗായ്സ്, ഇന്ന് കിച്ചു അല്ല, ഞാനാണ് ക്യാമറ. അയ്യോ പെട്ടെന്നൊന്ന് ഇറങ്ങേണ്ടി വന്നു, അതുകൊണ്ട് ഈ കോലത്തിലങ്ങ് ഇറങ്ങി. അതായത് ഞാൻ, അണ്ണാണി, അമ്മു ഞങ്ങളൊന്ന് പോവുക. പക്ഷേ ഞങ്ങൾ ട്രിപ്പിളല്ല. ആദ്യമേ ഞാൻ പറയാം, ഒരു ബൈക്കേ പോന്നു, ഞാൻ സെൽഫി സ്റ്റിക്കേ പോന്നു. പക്ഷേ ഞങ്ങൾ എത്തുമ്പം ഏകദേശം ഒരേ സമയത്തെത്തും. കാട്ടിൽ കൂടെ ആയിട്ടാ പോകുന്നത്, കൊടും വനത്തിൽ കൂടെയാണ് ഞങ്ങളുടെ യാത്ര. അപ്പോൾ പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ കുറച്ച് പരിപാടിയാണ്. ഞങ്ങളിങ്ങനെ കാട് കയറി കയറി വന്ന് ലയത്തിലെത്തി. അപ്പോൾ ഇവിടെ നാരങ്ങ വെള്ളമുണ്ട്. നാരങ്ങ, കമ്പിളി നാരങ്ങ, നാരങ്ങ വെള്ളം കിട്ടുന്ന സ്ഥലം. നേരത്തെ അതൊന്നും ഇല്ലായിരുന്നു, കാട് മാത്രമായിരുന്നു. ഇപ്പം ഇതൊക്കെ ഉണ്ട്. ആ
തോട്ടിന്ന് ഓലിന്ന് വരുന്ന വെള്ളമാണ് ഇത്. ഞങ്ങളുടെ മിനറൽ വാട്ടർ, ശുദ്ധമായ വെള്ളം. ഇതാണ് ഇവിടുത്തെ ഫ്രിഡ്ജ്. സോഡ ഇട്ടേക്കുന്നുണ്ട്. നാടൻ ഫ്രിഡ്ജാണ് ഉള്ളത്. ഇപ്പോൾ ചായ ഇല്ല? ആ അല്ല, ചായ ഉണ്ട് ഇവിടെ. ചായയും കാപ്പിയും എല്ലാം ഉണ്ട്. ഈ അച്ഛനാണ് ഇത് നടത്തുന്നത്. സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉണ്ടല്ലോ, കസേരയൊക്കെ അകത്തിട്ടേക്കുന്നു. അപ്പോൾ കൊടും കാടും മരവും കടന്ന് നമ്മൾ ഇപ്പുറം എത്തി. അവിടെ ഒത്ത നടുക്ക. ഞാനൊക്കെ കൊച്ചായിരുന്ന സമയത്ത് ഈ കാട്ടിക്കൂടെ ഇങ്ങനെ മേളിൽ കാട്ടിലെ അമ്പലത്തിൽ പോയിരുന്നേ. അന്ന് ഈ വീട്ടിൽ താമസമുണ്ട്. ഭയങ്കര കാടായിരുന്നു. ഈ വീട്ടിൽ പട്ടിയും റോഡായിരുന്നല്ലേ. ഇതൊക്കെ നല്ല വിശാലമായ പാർക്കിങ്. ഇതേ അമ്മ കണ്ടോ കല്ലും പുറത്തിരിക്കുന്നത്, വീഴുമോ? മേളത്തെ അമ്പലത്തിൽ ഇപ്പോഴും പൂജയുണ്ടോ നാണി? ഉണ്ടോ? മനോജണ്ണനാ അണ്ണാണി എന്ന് സ്റ്റോറി ഇട്ടാൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് 10 പേര് ഇറങ്ങി പോകുന്നത്. അതിന് ഞങ്ങൾ രണ്ടും കൂടെ ഉള്ളൊരു ഫോട്ടോ ഇട്ട് നോക്കിയതാ. അപ്പോൾ കയറുന്നുണ്ട്. എവിടെയൊക്കെ ആൾക്കാർക്ക് പരിചയമുണ്ട്, അതുകൊണ്ട് കയറുന്നുണ്ട്. അല്ല, വേറൊരു കാര്യമുണ്ട്. അത് ഇറങ്ങിപ്പോകാനുള്ള കാരണം ഏതാ? അത് ഏത് അക്കൗണ്ടാ? അതല്ലേ കള്ളത്തരത്തിലൂടെ നേടിയെടുത്ത, പറഞ്ഞു കൊടുത്തേമോ? കള്ളത്തരത്തിലൂടെ നേടിയെടുത്ത ഒരു അക്കൗണ്ട്. എപ്പോഴോ തുടങ്ങിയ ഞങ്ങളിങ്ങനെ ഞങ്ങളൊക്കെ ഒറ്റയ്ക്ക് വെട്ടി വന്നവരാട്ടോ. ആ അതെ അതെ. ഞങ്ങൾ വേറെ ആരുടെ നമ്മളേതോ ഒരു ഞാൻ എപ്പോഴോ തുടങ്ങി വെച്ചാന്ന് തോന്നുന്നു. ഒരു ഞങ്ങളിങ്ങനെയൊക്കെയാന്നോ അതോ എൻ്റെ പേരിലെങ്ങാണ്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം. അത് തുടക്കുന്ന ഉപയോഗിക്കുന്നൊന്നും ഇല്ലായിരുന്നു. 6000 എത്രയോ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അന്നാണ് ഒരു ദിവസം ചോദിച്ചത് നിനക്ക് വേണമെന്ന്. അവൻ എനിക്കെന്തോത്തിനാ? അത് പേരങ്ങ് മാറ്റിയിട്ട് സ്വന്തം പേര് ചേർത്തിട്ട് അത് സ്വന്തം അക്കൗണ്ടായിട്ട് എടുത്ത് തുടങ്ങുമ്പോഴേ അണ്ണാണി അതിൽ വരുമ്പോഴേ അതിനകത്ത് 6000 ചില്ലുവാനും ഫോളോവേഴ്സ് ഉണ്ട്. ആളുകൾ സത്യം തിരിച്ചറിഞ്ഞു ഓരോരുത്തരായിട്ട് ഇറങ്ങിപ്പോയി. എന്നണ്ണാണി പോസ്റ്റ് ഇട്ടാലും 10 പേര് ഇറങ്ങിപ്പോയി. അവനല്ലടാ ഇത് എന്തോ ആ കൊള്ളാം കൊള്ളാം, കുഴപ്പമില്ല. അതിന് തലയില്ലല്ലോ. ഫോട്ടോ പേടിക്കണ്ട. ഇങ്ങോട്ട് കാണി. ആ ഞാൻ കണ്ടു, കുഞ്ഞാവ് കാണിച്ചായിരുന്നു. ചോദിച്ചിട്ട് പോകും. എനിക്ക് സെൽഫി സ്റ്റിക്ക് വേണോ ചാമ്പയ്ക്ക പറിക്കാൻ? ഹായ് 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 ഹോയ്. പുഴു ഉണ്ടോ? പുഴുവിനെ ഒന്ന് സൂം ചെയ്യട്ടെ. ഒരു ഗർഭിണിക്ക് കൊടുക്കാനാന്ന് പറ. ആരുമില്ല. പണ്ട് അന്ന് ഗർഭിണി ആയിരുന്നപ്പോ ചാമ്പയ്ക്ക ഇല്ലായിരുന്നു. അതുകൊണ്ട് നാളെ എനിക്ക് ഗർഭിണി ആയാലോ. ഞാൻ അയ്യോ എന്തെണ്ണോ പൊഴിഞ്ഞു പോന്നേ, തന്നില്ലെങ്കിൽ ദോഷമാണ്. പേരിനെങ്കിലും കുറയ്ക്കടേ. ഈ ചേച്ചിയുടെ വീട്ടിലെ ചാമ്പയ്ക്ക കേട്ടോ. ഈ വീട്ടിലേന്ന് ഇറങ്ങിയത് മുതലായോ? സെൽഫി സ്റ്റിക്ക് വെച്ച് പറിക്കാം. ഞാൻ ഷോള് പിടിക്കാം. സെൽഫി സ്റ്റിക്കും കൊണ്ട് പറിക്കും. അമ്മൂൻ്റെ തല ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് തല വീഴൂല്ലേ? എടി ഹെൽമെറ്റ് തിരിച്ചു പിടിച്ചാലോ? ആ സൂത്രമാണോ ഞാൻ കാണണ്ടേ? വെള്ളം കയറിയോ? ഉപ്പ് തരുമോ ചേച്ചി? തന്നെ തിന്നല്ലേ, കൊതി കിട്ടും. നീറിനെ കൂടെ ഇട്ടൂടെ വെക്ക്. കാന്താരി ഉപ്പും കൂടെ ചേച്ചി തന്നാൽ ഞങ്ങൾ മിണ്ടും, ഇല്ലേലും മിണ്ടും. താഴത്തെ വീട്ടിൽ ചാമ്പയ്ക്ക ഉണ്ടോ? ഇതെന്ത് ഇതുവഴി കയറുവാ? ഹായ് ഓലോലിക്ക. എൻ്റെ എണ്ണ എങ്ങോട്ട് നോക്കിയാലും സാധനം തീർന്നോ? ഈ ഏരിയ ഓലോലിക്കുള്ള വേറെ വീടുണ്ടോ? ഞാൻ ചേച്ചിയോട് ഉപ്പും കൂടെ ചോദിച്ചിട്ട് വരാം. കിട്ടിയമ്മോ കിട്ടി. കടിക്കേ ഉപ്പ് മേടിച്ചിട്ട് വരട്ടെ. ഉപ്പ് മേടിച്ചിട്ട് എത്രയും തന്നില്ലെങ്കിൽ കൊതി കിട്ടും. ഒരു ഇലയും കൊണ്ട് ചാമ്പയുടെ ഇലയിൽ ഉപ്പ് മേടിക്കണമെന്നാ ശാസ്ത്രം. സെൽഫി സ്റ്റിക്ക് വേണ്ടേ? ചാമ്പയുടെ ഇലയിൽ ഉപ്പ് കിട്ടിയാലൊരു സുഖമുള്ളൂ. കാന്താരി ചേച്ചി തരുമോ? വീടാ എഴുതി തരുമോ? ചാമ്പ സീസണിലെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. അടുക്കള സൈഡിൽ പട്ടിയുണ്ട് ചേച്ചി. ചാമ്പ വെട്ടോ ഇവര്. ആണോ? ചാമ്പയുടെ ഓണറാ. രണ്ട് ചാടുവാണോ രണ്ടും കൂടെ? ഓ എത്ര ചാമ്പയ്ക്കാ താഴെ വീണ് പോയേ. എങ്ങനെ നമ്മുടെ അവിടെ ആയിരുന്നെങ്കിൽ കുലുക്കിയിട്ട് ഓടാ.
കിടുവിനും കൊണ്ട് കൊടുക്കണം. ഓലോയ്ക്ക് താഴെ ഇട്ടോ. ഹായ്. ഓരോളിക്ക് വന്നിട്ട് എത്ര ദിവസമായി? അല്ല ഉപ്പിൽ ഞാൻ മുക്കണം. എന്നിട്ട് ഞാൻ മോളെ പൊളി. അവിടെ ചാമ്പറ്റ അടുത്ത നമുക്ക് വണ്ടിയിൽ തിന്നാം. പോകുന്ന വഴി കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ മേടിക്കാം. എൻ്റെ കാറിലാണ് എപ്പോഴും ഉപ്പ് സ്റ്റോക്കായിരുന്നു. എന്നെ എവിടെയാ പോന്നേ? പ്രസാദം കിട്ടിയോ? ഉപ്പ് നോക്കി ഇങ്ങനെ കിട്ടിക്കൂ. പകുതി ഇതേണ്ട ഇപ്പുറത്തൂടെ പോയി. ഇന്നത്തെ യാത്ര മുതലായി കേട്ടാ. മേളത്തെ ഇടി കിടക്കുന്ന ഊഞ്ഞാൽ ഇതൊരു ആടിയില്ലല്ലോ. ഞാൻ ആടിയാതെ ഒടിഞ്ഞ് താഴെ വീഴും. ഇല്ല ഇല്ല, ഞാൻ അടിയന്തരമായിട്ട് ഫെഡറൽ ബാങ്ക് വന്നു. ആളുകൾ നമ്മളെ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ഒന്ന് പണയം വെക്കാൻ വേണ്ടി വന്നാ. അണ്ണാണി പോയിട്ട് വരും. മാസാവസാനമല്ലേ, കുറച്ച് കഷ്ടപ്പാടുണ്ട്. മാസം തുടക്കമായിരുന്നു. ഞാൻ പോയിട്ട് വരാം. രണ്ട് ചക്ക വെട്ടാൻ നമ്മുടെ ദീപുച്ചേട്ടൻ ഉണ്ട്. കോലാടിയായിട്ട് വരുന്നുണ്ട്. കോലാടി ഹിഷ്മതി. ആ കൈയും കൊണ്ട് അറുത്തേട്ടാ. അതോലോക്കാര അങ്ങനെ, പക്ഷെ തിന്നുന്ന സാധനമാണ്. സുലുവമ്മേ, സുലുവമ്മേ, നീ നരക്കിനാ തൊട്ട് നിന്റെ ഷേവ് ചെയ്തെടുക്കേണ്ടി വരും. മാറ്. ചേച്ചി ചാക്ക് ചേച്ചി നമുക്ക് തറയിലിരുന്ന് നടത്തണ്ടേ? ചാക്കൊക്കെ പറക്കി കൊണ്ടുപോവാ. അതാ പറഞ്ഞ ഷേവ് ചെയ്തെടുക്കേണ്ടി വരുമെന്ന്. അയ്യോ, കഴിഞ്ഞ പ്രാവശ്യത്തോടെ കുറെ ചക്ക വിട്ട് തന്നുണ്ട്. ഒരു ചക്ക കിട്ടുവാണെങ്കിൽ അത് കെട്ടിപ്പിടിച്ചോണ്ടേ വിനിരിക്കും കുറേ നേരം. ഒട്ടം അതേ ഇതിനുണ്ടല്ലോ, കുഞ്ഞാവര് കാണിച്ചു കൊടുത്ത് സ്പൈഡർമാന്റെ വലയാണ് ചക്കേരക്ക്. അപ്പൊ തൊട്ട് എവിടെ കിട്ടിയാലും ഇതാ പരിപാടി ചക്കേരക്ക്. പിള്ളാലേ, എടാ പിള്ളാലേ, ഇങ്ങനെ വന്നോ ചുട്ടാപ്പിയേ, പാത്തുക്കുപ്പേ. അപ്പൊ നിന്റെ വായി കിടന്നത് എന്തിയേ? അവിടെ ഉണ്ടോ? ആണോ? അതുകൊണ്ടല്ലേ ചക്ക വേണ്ടാത്തേ. ഇവിടെ നിന്നല്ലേ പറക്കുന്നേ? അതെ
ചാക്ക് അണ്ണാണിച്ചിരിക്കാനല്ല, ഒരു ചാക്കോടെ കൊടുത്തുണ്ടോ? ചക്ക വെട്ടാനാ ഒരു ചാക്ക്? ചാക്കോടെ കൊടുത്തുണ്ടോ? അല്ലേ ഇരിക്കുന്ന തറയില. ഒരു ചാക്ക് കൊടുത്തു. ഒരു ചാക്ക് കൊടുത്തു. അതുണ്ട്. ഒരു ചാക്കിന് പണി പോകും. അത് ഉണ്ടാക്കി കാര്യമുണ്ട്, അതേ കൊണ്ടിരിക്കാൻ പറ്റുമോ? അയ്യോ സുഞ്ചു ഫോണേ പണിയല്ലേ? ദിത്യേച്ചി അമ്മ ചായ. എനിക്കൊരു പിച്ചാത്തി കൂടെ. ആരാടാ അങ്ങനെ വിളിക്കുന്നത്? അല്ലേ അമ്മ കേട്ടോ? അമ്മ ചാക്കയിൽ ചകനി കൊണ്ടുപോയിട്ട് ചുള ഇതിലിടണം. ഞാൻ നീ കഴിച്ചോ? ചുളയെ ഞാൻ ഇതിലായിരിക്കും വിളിച്ചിട്ടോ. അമ്മ നീ നീ പൊളിച്ചിട്ട് ഇതിലോട്ട് പൊളിച്ച് നീ പൊളിച്ചിട്ട് നീ എന്താ നീ കത്തി കൊണ്ടോ? ആ പൊളിച്ചിട്ട് പൊളിച്ചിടുന്നതിന് ഞാൻ ഇതിനകത്തോട്ട് എന്റെ പൊന്നു കുഞ്ഞെ മേത്ത് പോകുമല്ലേ? ഇതുണ്ട് ഇത് സെറ്റാക്കി ഞാൻ പൊളിച്ചാൽ മതി. വാങ്ങിക്കോട്ടെ അടിമക്കണ്ട വാ. അതെ മണ്ട വെട്ടും ഇച്ചിരി ഇതാക്കിയിട്ട് വെട്ടാം. ആ ശരി. നീ കത്തിയെടുത്തു. നീ ഇതൊക്കെ പൊളിക്കുക. ഇഷ്ടപ്പെടോ എവിടെങ്കിലും? എടാ നിന്റെ പിന്നാമ്പുറം മൊത്തം. നീ ക്യാമറ പണിയുണ്ടോ? നീ നീ കേട്ടോ? വേണ്ട ഫോക്കസ് ചെയ്യണ്ട. മൊത്തം എടുക്കണ്ടല്ലോ. ക്യാമറ സ്റ്റാൻഡ് പിടിക്കും. അപ്പൊ അഴക്കോ അങ്ങനെ നീ സൂചിക്കാൻ നിക്ക്. വീട്ടിൽ പോന്നോ? ഇങ്ങനെ നടത്തിയിടുന്നു, നീ പൊളിച്ചിടുന്നു. അരിഞ്ഞു വരാം. ഞാൻ കുറച്ച് കഴിയുമ്പോ കറിയുടെ പുറകെ പോകും. അതിന് മുന്നേ വേറൊരാൾ വരാനുണ്ട് വെയിറ്റിംഗ് ലിസ്റ്റ്. എന്റെ ക്യാമറ മാക്കിയിടൂ. അപ്പുണ്ടോ? തക്കുലുണ്ടോ? കാലുണ്ടോ? കാലുണ്ട്. ആ മൊത്തം ഉണ്ടോ? അപ്പൊ കാലെടുത്തപ്പോ തലയില്ലായിരുന്നു, കൈയില്ല. ആണോ? എല്ലാം ഉണ്ടോ? അപ്പൊ എല്ലാം ശരിയാ കേട്ടോ. എങ്ങനെ അച്ഛൻ എങ്ങനെ സുലഭമ്മ വിളിക്കുന്നത്? ഈ ഒരു ചായ ഈ ചായ അല്ലേ ഈ ചക്ക മൊത്തമാണോ പൊളിക്കുന്നത്? സുധാകരൻ ചേട്ടാ വീഡിയോ എടുത്ത് ആരൊക്കെ പറ്റൂല. അവനോ ഇന്ന് അവനെ പറ്റിക്കുന്നു. പൊളിച്ചിടാൻ കൊണ്ടിരുന്നത് ചക്കയൊക്കെ നോക്കുന്നുണ്ട്. കിച്ചുചേട്ടൻ ചക്ക നോക്കുന്നുണ്ടോ നോക്കിയേ ക്യാമറയ്ക്കകത്ത്. ചക്ക എന്തിയാ കിച്ചുചേട്ടനെ ഇരിക്കുന്നേ? അപ്പൊ കിച്ചുചേട്ടനില്ല, കുറച്ചുകൂടെ പുറകോട്ട് പോവാ. ഈ ചക്കയും കിച്ചുചേട്ടൻ ഇവിടെ അനക്കല്ലേ അങ്ങനെ തന്നെ കണ്ടോ? ഓ കിച്ചു വളർത്തുന്ന ചക്കയുടെ ഒരു സൗന്ദര്യം. ഫ്രീക്കനായിട്ടോ? കിച്ചുന്റെ കൂടെ അപ്പച്ചാരെ കൊണ്ടിട്ടേക്കുന്നു ഇതിനകത്ത്. പാർട്ടിക്ക് എല്ലാരും പറഞ്ഞു പാർട്ടിയല്ലേ നോക്കമ്മോ കുഞ്ഞു കാണിക്കുന്നേ. ഏതാടാ സുന്ദരി? ഏതാടാ സുന്ദരി? ഓ ചക്ക തരുന്ന സുന്ദരിയാ. എന്തായിട്ടാ? മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. രണ്ടുപേരെയും കാണുന്നുണ്ട്. അമ്മു അപ്പനും കാണുന്നുണ്ട്. രണ്ടുപേരെയും കാണുന്നുണ്ട്. വിളിക്കുന്നു അവന്റെ തരക്കാരാ. ഗുരുകുല പരിപാടിയോ? അപ്പൊ വഴക്ക് പറയും കേട്ടോ. പോലീസുകാരൊക്കെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. വീഴും. നിക്കേ നോക്കിക്കോ. ഇനി നോക്കിക്കോ. എടുക്കല്ലേ അപ്പനെ അമ്മൂനെ കാണുന്നുണ്ട്. കിട്ടുന്നെ കാണുന്നുണ്ട്.
കട്ടിങ് ഈ ചാക്കര താവിട്ടിരിക്കും. അവിടെ നിന്നിട്ട് കുരു പൊളിച്ച് കൊടുക്കും. അരിയാൻ വരും ഇതിന്. അതും പൊളിക്കാൻ നിന്നാണ് കിട്ടൂല. നിങ്ങൾ ആദ്യം ചക്കട്ടുകളെല്ലാം പെറുക്കിയിട്ട് എല്ലാവരും ഇരുന്ന് ചെയ്ത് തന്നാൽ മതി. അമ്മോ ഇത് കോമഡി. ഇത് ഒരു കയ്യിൽ പറിക്കുവാണ്, നോക്കി മറ്റേ കയ്യിലിട്ടാ. അയ്യോ അവന്റെ കൈ അഴുക്കല്ലേ അങ്കിളിന്റെ കസേര അവന്റെ കൈ അഴുക്കല്ലേ അമ്മേ? സുലമയ്ക്ക് കൊണ്ടുകൊടു. കൊടുക്കോ സുലമയ്ക്ക്? എടാ അങ്ങോട്ട് കൊടുക്കണ കേട്ടോ, മതി അങ്ങ് ഓടിക്കോളൂ. സ്പൈഡർമാൻ എന്തോ ഇങ്ങനെ ഇത് കൊടുക്കുമ്പോ വെള്ളം കുടിച്ചിട്ടാ തല വെച്ചിട്ടോ. അവന് നല്ല തലയാ, അടിച്ചു തിന്നണം. അതാണ് അതിന്റെ ഒരു അവന് നല്ല തലയാമ്മ. അമ്മ കഴിയത്തില്ല, പ്രശ്നം തീർന്നില്ലേ? മോനെ മാമനെ വിളിച്ചോണ്ട് വേടാ. അവരോട് പറയാം യുദ്ധഭൂമിന്ന് പുറത്തോടെ. അമ്മ ചക്ക കഴുകുമോ അമ്മേ? ഞാൻ വെണ്ടയ്ക്ക മെഴുകുരട്ടി ഉണ്ടാക്കിയത്. ഞാൻ ആദ്യം കഴുകാൻ മറന്നു, ഞാൻ പിന്നെ അവസാനം ഇങ്ങനെ വരുന്നൊരു മൂന്നാല്. ഞാൻ പിന്നെ വെയിലത്ത് പേപ്പർ നിരത്തി കഴിഞ്ഞ ഓരോ വെച്ച് ഉണക്കി. ഞങ്ങളെ കൂട്ടിലടച്ചു. ഞാൻ വെച്ച് കഴിയാ പോരെ, മുറിച്ചിട്ടോ എപ്പോഴാണ് കഴിയാ പോരെ. എനിക്ക് വേണ്ട. മതിയൊന്ന് മണപ്പിച്ചതാവാം വെള്ളം. അവിടെയൊക്കെ പോലീസുകാരൊക്കെ ഒന്ന് പിടിച്ചു. ചേട്ടാ ഇത് കഴിഞ്ഞിട്ട് പോയതാണോ? കത്തിയോടെ കൈ കറക്ക നിന്റെ പണി കേടിയാമോ? പറ്റൂല, അങ്ങനെ ഒരാൾ പണിയെടുക്കാൻ ഞാൻ സമ്മതിക്കും. ഇത് പോലീസുകാർ പിടിച്ചു കേട്ടോ. അതൊക്കെ അവിടെ മാമേ അവിടെയൊക്കെ പോലീസുകാർ പിടിച്ചോണ്ട്. ചായ എന്താ ഞങ്ങൾക്ക് ആർക്കും ആയില്ലേ? അമ്മ മുമ്പേ ചായ കിട്ടിയില്ല അമ്മേ. അന്ന് ഞാനും ചേച്ചി 1 2 3 4 ചായ അല്ലേ അമ്മ ഇവിടെ വന്നിട്ട് ഞാൻ അവിടുത്തെ പണി ചെയ്യാം. നീ ഇവിടെ എഴുന്നേക്കുന്ന പരിപാടിയില്ല. ഞാൻ ഇതിന് പോകും. കറി വെക്കാൻ പോണ്ടേ? കറി അമ്മ വെച്ചോളൂ. അല്ല എത്ര ചെയ്യാതെ ബാക്കിയാണ് കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലേ ഞാൻ കഴിച്ചാൽ മതി. ഇതല്ലേ ബീഫല്ലേ, അതുകൊണ്ട് പേടിക്കണ്ട, എങ്ങനെയായാലും കഴിച്ചോളൂ. മുമ്പേ കുഞ്ഞാച്ചനും കഴിക്കുവാണ്. എവിടുന്ന ഒരു അശരീരം കിട്ടുന്നുണ്ടേ. കുഞ്ഞാ കുഞ്ഞാ എന്റെ ബാക്കിൽ നിന്ന് കിടു വിളിക്കുക. കുഞ്ഞാ കുഞ്ഞാച്ചേട്ടൻ ഇങ്ങനെ ഏറെ കണ്ടിട്ട് പുറകെ കിടന്നുണ്ട്. പിന്നെ ഇവൻ നിന്നടുത്ത് പുല്ല് കളിക്കുക. ഗുരുകുല വിദ്യാഭ്യാസം കണ്ടോ? രാവിലെ പഴങ്കഞ്ഞിയുടെ ക്ലാസ് കഴിഞ്ഞപ്പോ ചക്കര ക്ലാസ്സാ. എടാ അവന്റെ മേത്ത് ചാടിക്കറങ്ങ. എന്നോട് കിടു പറയാ. ഞാൻ പറഞ്ഞു കിടു പറഞ്ഞു ഈ ഞങ്ങളുള്ള പിള്ളേരൊക്കെ ഇന്നിങ്ങനെ അല്ലെന്ന്. മാമനെയും കിച്ചിച്ചാറിനെയും എന്റെ നെഞ്ചത്തിരിക്കുന്ന ചെലന്തി ഇറങ്ങി നിങ്ങളെല്ലാം കടിച്ച് തിന്നോടാ. ഞാൻ പറഞ്ഞാ ചെലന്തി ഇറക്കി വിടും. ഞാൻ പറഞ്ഞാ ചെലന്തി ഇറക്കി വിടും. എടാ വിടുവോടാ. നമ്മൾ വിട്. എടാ വിടുവോടാ വരുവോടാ. ഇറക്കി വിട്ടിട്ടുണ്ടോ? ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് 10 മിനിറ്റ് കഴിഞ്ഞെത്തു. ചക്കക്കുരു ഇടണേ, അരിയണം. അതൊരു വലിയ ടാസ്കാ. ചക്കയിൽ ചക്കക്കുരു അരിയണം. എന്ത് ചക്ക കഴിച്ചതോ? ഇവൻ കപ്പയോട്ട് വെച്ചിട്ടില്ല. അതൊക്കെ ഒരു ചക്ക ഉണ്ട്. അങ്ങനെ അങ്ങനെ കേട്ടാ അങ്ങനെ കുറച്ച് ഇവനെന്ത് ഗോവ അങ്ങനെ അങ്ങ് തരം തരത്തല്ലേ. അയ്യോ ചോദിച്ച അണ്ണാണിക്കാണ് നടക്കുന്നത്. വിമാനത്തിനടുത്ത് വരെ ചക്ക കിട്ടും. ചക്ക പറ്റല്ല മെനക്കടാൻ പറഞ്ഞ. കഴിഞ്ഞ വർഷം ഞങ്ങൾ ലുലു മോളിൽ പോയി ചക്കപ്പഴം തിന്നു. അതാണ് ഒരു 10-12 കിലോ കാണും ഒരു ബോക്സ്. 149 രൂപ. 140. റംബുട്ടാൻ കിലോക്ക് എത്ര വില എന്നറിയോ? 700. അതൊപ്പല്ല എനിക്ക് വയനാട്ടിൽ ഉണ്ട്. വയനാട്ടിൽ ഒരു ചേട്ടനോട് കണ്ടു വന്ന് ക്യാമറ ഓഫാണ്. പെട്ടെന്ന് ഇവരെല്ലാം പണി ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കും എന്താ ഇത്ര ആത്മാർത്ഥത എന്നൊന്നുമല്ല. പെട്ടെന്ന് തീർന്ന് പെട്ടെന്ന് ചക്കയായി കഴിഞ്ഞാൽ സിനിമയ്ക്ക് എല്ലാവരും പോകാന്നുള്ള പ്ലാൻ വന്നു. ഞാനല്ലേ പണിക്ക് കൂടുന്നല്ലേ? എന്റെ മോളൊന്നും നീയുണ്ട്, നിന്നെ ഞാൻ കൂട്ടിയിട്ടില്ല. ഞാൻ ഇവന്മാരെയാ ഉദ്ദേശിച്ചേ. അല്ല കുഞ്ഞാവെ ഞാൻ കൂട്ടത്തില്ല. കുഞ്ഞാവ അല്ലെങ്കിൽ എല്ലാ പണിയും ചെയ്തു തരും. നിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല. നീ ഒരു പണിക്ക് നിന്റെ വീട്ടുകാരിപ്പോൾ ഓർക്കും ദൈവം ഞങ്ങളുടെ വീട്ടിലെ ചെറുക്കനാണോന്നത്. നിന്നെ നല്ലൊരു പുത്രനും സഹോദരനും അതൊക്കെ തീയാണ്. പക്ഷെ നിന്നെ നല്ലൊരു പാചക വിദഗ്ധരാക്കിയ നിന്നെ വിടൂ. അതൊക്കെ ഡയലോഗിലേ ഉള്ളു മോനെ. കമന്റും കണ്ടോണ്ട് നിന്നോ മോനെ. നീ നോട്ടുപടി. വേറൊരു കാര്യമുണ്ട് കിച്ചോ. ഷെഫ് പിള്ളയുടെ ഒരു പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുക്കാൻ പോകുന്നുണ്ട്. അതിൽ നീയും ഉണ്ട്. ഞാൻ പോയിട്ട് കറി എന്ത് ചെയ്യാൻ നോക്കട്ടെ. മോനെ ചക്കക്കുരു കളയല്ലയോ, നമ്മൾ മെഴുക്കുരട്ടി വെക്കുന്ന. ചേട്ടാ ഭർത്താവേ മാമൻ എനിക്കറിയത്തോളൂ.
കുഞ്ഞാവായിരിക്കും തുടക്കം ഇട്ട് കൊടുത്തു, എനിക്കറിയാം. തുടക്കം കൊടുത്തു. അപ്പൊ തുടക്കത്തിന്റെ വാല പിടിച്ച നീയല്ലേ? അപ്പോൾ ഇവൻ 2 ദിവസം കൊണ്ട് എൻ്റെ ഈ മോതിരത്തിനിട്ട് വലിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. ഒരു സ്വന്തം കയ്യിലിടാനാന്ന് തോന്നുന്നു. അപ്പോൾ വേറൊരു മോതിരം മോൻ്റെ കയ്യിലിടാം. അപ്പയുടെ പേരെഴുതിയതേ. എടാ നിന്റെ ചിരി ഭയങ്കര ഗംഭീരം തോന്നുന്നു. ചിരിച്ചാ പുഞ്ചിരിച്ച് സ്മൈൽ. ആ ക്യൂട്ട്നെസ് ഒന്ന് കാണിച്ചടാ. എടാ കൂട്ടൊന്ന് കാണിച്ചടാ. കൂട്ട്നെസ്. സ്മൈൽ കില്ലർ കിച്ചു. എന്തോ പരിപാടി അവിടെ നടക്കുന്നുണ്ട്. കുഞ്ഞാവേ അവനും കൂടെ എന്തോ കുരുത്തക്കടപ്പിക്കുന്നുണ്ട് അവിടെ. ഇവർക്ക് രണ്ടിനും മാത്രമേ അറിയത്തുള്ളൂ ഇവരെന്തിനാ അവിടെ കൊണ്ടാക്കുന്നതെന്ന്. എന്തോ ചെയ്തെന്ന് പറ മാമൻ. ഞാനാണ് ഇന്നത്തെ കറിയുടെ ഇൻചാർജ്. ശകലം ഇതുകൂടെ നീക്കി കാണിച്ചു തരാവേ. കണ്ടോ കറി കിടന്ന് തിളയ്ക്കുന്നേ. കുക്കറിൽ വെച്ചില്ല, നമ്മുടെ എല്ലുകറിയാ. കപ്പ എല്ലുകറി അല്ല, ചക്ക എല്ലുകറിക്കുക ഞാനാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രശസ്തയായി ഞാൻ. അതായത് കണ്ട വേർക്ക് കണ്ടോ. നമ്മൾ നല്ല കറിയാ. കുക്കറിലിട്ട് വേവിച്ചില്ലേ. എനിക്ക് അടുപ്പത്ത് ഇങ്ങനെ തീയത്തിരുന്ന് വേകുന്ന ഇഷ്ടം. ഇട്ടുകൊണ്ട് നമ്മുടെ വാഴപ്പല നല്ല പഴമാണ്. ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്. അമ്മു ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട്. ആ പാട്ട് പോലില്ലേ? എന്താ ഒത്തൊരുമി. ആ വെള്ളക്കഷായം കൂടെ ഉണ്ടേ കറക്റ്റാ. എന്നിട്ട് കുറച്ചേർക്കം വരെ ഉണ്ട് ചക്ക വറുക്കാൻ. നിങ്ങൾ ഓർക്കാൻ ഞാൻ വെറുതെ ഇരിക്കണം. ഓ അതെങ്ങനെ വേണം? കുക്കറി വെച്ചില്ല അണ്ണാണി. തിരിച്ചറിയടാ. ഇതാണ് ആർട്ട്. ഇതാണ് ആർട്ടിസ്റ്റ് കണ്ടോ. സത്യം പറഞ്ഞ ഇപ്പൊ വന്നതാ. ഇതുവരെ സുലഭമായിരുന്നു ഉണ്ടാക്കിയേ. ഞാൻ ഉണ്ടാക്കിയ സാധനം മാത്രമേ ഞാൻ ക്രെഡിറ്റ് എടുക്കാറുള്ളൂ. എല്ലാം നെയ്യുള്ള ഇറച്ചിയാണ്. ശബ്ദം കേൾക്കുന്നില്ലേ? ഇത്ര പെട്ടെന്ന് ചൂടായില്ലേ? ആ ചൂടായിരുന്നു. തീ കിടന്ന് ഇനി ഇത് വേഗണം. കറി കണ്ടിട്ട് കറി കൊള്ളാമെന്ന് കമന്റ് ചെയ്യുന്നില്ലേ? അതെ, കറി തൊട്ട് നോക്കിയിട്ട് കമന്റ് സെക്ഷനിലൂടെ തൊട്ട് നോക്കിയിട്ട് നീ കൊള്ളാവില്ല എന്ന് പറയണം. നെയ്യുണ്ട്, നെയ്യ് കുറച്ച് കൂട്ടി കളഞ്ഞാടാ. നെയ്യ് എന്തുവാ ഉരുളക്കിഴങ്ങ് എല്ലാം കെട്ടിച്ച നെയ്യ് പോവോ? നെയ്യ് എങ്ങനെ പോകുന്നത്? അങ്ങനെ മാർഗമൊന്നുമില്ലേ? നെയ്യ് എങ്ങനെ കളയുന്നറിയാം. ഞാൻ ഇങ്ങനെ തെളിച്ചെടുക്കും. ഇങ്ങനെ തെളിച്ചെടുത്തിട്ട് നെയ്യുണ്ടോ? നല്ല രസമല്ലേ? വാട്ട് ആൻ എന്റർടൈൻമെന്റ്. ചൈനീസ് ഹോട്ടലിലൊക്കെ ചൈനീസ് സ്റ്റൈലിൽ ശരീരത്തിനകത്തൂടെ തീ കത്തിക്കണം. അന്ന് പറഞ്ഞാണ്ടി ഉണ്ടാക്കിയ പോലെ. പറഞ്ഞാണ്ടി മൊത്തം മോശമാണ്. അടുത്തായിട്ട് ഞാൻ വന്നു ഒന്ന് ചെയ്ത് കാണിച്ചു. ഉടനെ ശരിയായില്ലേ? നമുക്ക് മൈക്ക് കണ്ടുപിടിക്കാം. വീഡിയോ സാക്ഷിയാണ്. മൈക്ക് കണ്ടുപിടിച്ചിട്ട് അടുത്ത വീഡിയോക്ക് നമ്മുടെ മൈക്ക് കൊണ്ടായിരിക്കും പോകുന്നത്. ഒരു മൈക്ക് എവിടാ? അയ്യോ കുഞ്ഞു, ഞാൻ പേടിച്ചിട്ടല്ലേ. എവിടെയാ പെട്ടിക്കത്? ഇപ്പോഴും സെറ്റാക്കാം. മൈക്ക് സംസാരിക്കും. അതെ അതെ, നമ്മൾ ഇന്ന് ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് ദീപു അന്ന് ഉണ്ടാക്കിയ പറങ്ങാണ്ടി കഴിഞ്ഞോ ഇല്ലയോ? എന്താണ് ദീപു നീ പറയാനുള്ളത്? നീ പറയണം. സോറി, ഞാനാണ്. അന്നുണ്ടായ പറങ്ങാണ്ടി കഴിഞ്ഞിട്ട് ഞാൻ സാക്ഷി പറഞ്ഞു. അല്ല സുരമേ, ഇവരെ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഞങ്ങളെ സിനിമ കാണാൻ പോണേ. തീയതി വേണ്ടോ കരി? ചൈനീസ് സ്റ്റൈലുള്ള ചിക്കൻ കറിയാണ്. ചിക്കൻ കറിയില്ല, ബീഫ്. കൈ പൊള്ളിന്റെ ഓയിൽമെന്റ് ആരെങ്കിലും കമന്റ് ചെയ്യുന്നില്ല. കറി കഴിച്ചിട്ട് അഭിപ്രായം പറയേണ്ടതാണ്. അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ടായി വരുന്നു തോന്നുന്നല്ലേ? ഉണ്ടായി വരുന്നു തോന്നുന്നു.
അങ്ങനെ അടിക്കും ഇത്ര വെള്ളം ഇല്ല. അങ്ങനെ അടിക്കും. ആരോടെ കമന്റ് ഇടുന്ന ഏതോ ഒരു മേഴ്സി ജോസഫ് അവരങ്ങനെ പറയും ഇങ്ങനെ പറയും അങ്ങനെ ഇടുന്നു ഇങ്ങനെ ഇടുന്നത് അവരെ പേടിച്ചിട്ടല്ലേ നിൽക്കുന്നത്. ഒരു കാര്യമുണ്ട്, ഇത്തവണ അരി ഇതെല്ലാം തീരുമാനമല്ല മേഴ്സി ജോസഫ് ഇറക്കി തരും സാധനമല്ല. മനുഷ്യന്റെ കൈ ഇരിക്കുമ്പോൾ ഒരു മേഴ്സി ജോസഫ് പേശിനെക്കാട്ട് നല്ല തേനിടുന്ന മേഴ്സി ജേക്കപ്പാ അവരുടെ പേരല്ലേ അത്. ഒന്നുകൂടെ പറയൂ കേക്കട്ടെ. മേഴ്സി ജേക്കബ് എന്ന് പറഞ്ഞ ഏതോ ഒരു കക്ഷിക്ക് ഇവിടുത്തെ പട്ടിയെ തീരെ ഇഷ്ടമല്ല. കുട്ടിയെ കുട്ടിയെ ഒന്നും ഇഷ്ടം. ആ അമ്മൂന്റെ വീഡിയോ കണ്ടുപിടിച്ചു. അമ്മൂന്റെ വീഡിയോ കുറ്റം പറയും. ആ അഭിപ്രായം പറയൂ. കൂടുതലാ അങ്ങനെ പറഞ്ഞ് കുറച്ച് കൂടുതലാണ്. കുരുമുളക് പൊടി വേണോ ഞാൻ? കിച്ചുമാമനല്ലടാ കിച്ചു ചാട്ടൻ. അപ്പൊ തരം കിച്ചില്ലേ വീഡിയോ കുറച്ചും കൂടി നല്ലതാ. അല്ല പണിയെടുക്കുന്ന അണ്ണാണ്. അതിനൊന്നും ചെയ്യണ്ട കേട്ടോ. കണ്ടോ പണിയെടുക്കുന്ന അണ്ണാണ്. അനതോ എക്സിക്യൂട്ടീവ് ഷെഫ് അല്ലേ? കണ്ട ഇടുന്ന സ്റ്റൈൽ കണ്ടില്ലേ? നീ ഭയങ്കരമല്ലേ. കുഞ്ഞാവയ്ക്കല്ല കിച്ചൂടാ. ആണോ? വേണ്ട. കുരുമുളക് ഇട്ടാ മതി. ലാസ്റ്റ് കുറച്ച് മല്ലിപ്പൊടിയുടെ വെതറി എടുത്താൽ മതി. കുളിപ്പിച്ച് കൊച്ചില്ലല്ലോ ഒന്നും ചെയ്യണ്ട. കുഞ്ഞാ കുരുമുളക് ഇടണം. അടുപ്പേ വെക്കുമ്പോ ഇങ്ങനെയൊക്കെ ഇരിക്കും. ചക്കോച്ചോ? ശരി. ചാക്കോച്ചനോ? അടുപ്പ് ആരുടെ വീട്ടില്? ഇനി ഇവിടുത്തെ ഈ അടുപ്പയിൽ എനിക്ക് കരിയാന്ന് പറയല്ലേ, പാത്രത്തെ അടുപ്പ് വെച്ചാൽ കരി പിടിക്കും. അടുപ്പെന്ന് പറഞ്ഞാല് ഒരു വീടിന്റെ ഐശ്വര്യമാണ്. കുറച്ച് മെയിനായിട്ട് പോകും. അപ്പൊ നമ്മൾ മൈക്ക് റെഡി മൈക്ക് എന്താ ചെയ്യാ പണ്ട് മൈക്ക് എടുത്ത് തരുന്നില്ല. കിടുവിനോടൊപ്പം കിച്ചു. മൊബൈല് കാണുന്നില്ലല്ലോ. ആരെ അറിയാം. ആ അതെ പറയും കടല ഇരുന്ന് കഴിക്കുന്നത് എന്താ ആരാണ്ടോ ചോദിക്കത്തില്ല എന്നെ. നല്ല പനവച്ചക്കൊന്നും കഴിച്ചില്ല. നല്ല കറിയാണോ? നല്ല ടേസ്റ്റ്. കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നോ? കൊള്ളാന്ന് അണ്ണാണിയല്ലേ പറഞ്ഞേ. അണ്ണാണി ഉപ്പ് നോക്കിയോണ്ടാ പിന്നെ വേറെ ഒന്നും ഇടാഞ്ഞേ. യൂട്ടൽ നല്ല നെയ്യ് കുറവല്ല. അടിപൊളി അറിയാം, സൂപ്പർ അറിയാം. ആ ബാക്കി പോഴത്ത് ഇതിന്റെ ഇൻഗ്രീഡിയൻസിനെ പറ്റിയൊക്കെ പറയാം എങ്ങനെയുണ്ടെന്ന്. കറിയുടെയോ? അന്നാണെ ആദ്യം മിണ്ടാണ്ടിരുന്ന് കഴിക്കുക. നല്ലോണം മസാല പിടിച്ചിട്ടുണ്ട് ഇറച്ചിയിലൊക്കെ. ഞാനും കുറെ മസിൽ പിടിച്ചടി ഇളക്കിയേ. നല്ല നെയ്യും നെയ്യൊക്കെ അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോഴേ എന്റെ മക്കളെ ചക്കയും കുട്ടി അടിക്കണം. ആ അത് തന്നെ. ആഹാ ആഹാ വിയർത്തിട്ടൊരു കാര്യം നടക്കും. ഭയങ്കര ചൂട്. അതിൻ്റെ കൂടെ നല്ല ചൂട് കറി, ചൂട് ചക്ക, ചൂട് കറിയേ നല്ല ഇങ്ങനെ ചക്ക ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് വിളിക്കണ്ട ഇപ്പം തരാം. ഇങ്ങനെ അങ്ങോട്ട് ഇതിലോട്ട് മുക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ആഹാ ഞാൻ വെച്ച കറി ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല. മറ്റേ ഇപ്പിയുടെ ഒക്കെ പരസ്യമാണ്. എന്താ മോളെ പ്രശ്നം? എന്നിട്ട് ഈ തേങ്ങാക്കൊത്ത് ഞാൻ കൊണ്ട് എടുക്കുക. ഇഷ്ടംപോലെ തേങ്ങാക്കൊത്തിട്ടുണ്ട്. ആഹാ ഓഹോ എല്ലാരും ഓരോ വഴിക്കുന്ന റെഡി ഇറങ്ങുന്നേ ഉള്ളൂ. ഞാനോട് ദേഷ്യം വരുന്നു. ജാനൊരു ദേഷ്യം വരുന്നു. മണം അടിച്ച് ഞാൻ നോക്കി രണ്ട് കണ്ണു ഞാൻ കണ്ടു രണ്ടിനെ കാണാം. അയ്യടാ മറ്റേ കണ്ണു നോക്ക് തിളങ്ങി നിൽക്കുന്നേ. എന്താ നിനക്ക് വേണ്ടേ? എനിക്ക് നിൽക്കുക കണ്ണു കാണി എന്താ നിനക്ക് വേണ്ടേ? ആ നമ്മുടെ കോവിലകത്തുനിന്ന് ചേട്ടൻ വന്നു. കമന്റ് ചെയ്യാനോ അടിക്കാനാ പറഞ്ഞത്? നീ കുളിച്ചാ ഞാൻ കുളിക്കാൻ കറിയേ. ഞാൻ രാവിലെ ബീഫ് കണക്ക് പറയണ്ട മര്യാദയ്ക്ക് കഴിക്കും. എന്തോ രാവിലെ അല്ലോ ഇത് രാത്രി അപ്പൊ കഴിക്കാലോ. കൂട്ടിയിട്ട് കത്തിച്ചതാ, വലിച്ചതൊന്നുമല്ല. അതാണ് ഇതണ്ട അവിടെ തന്നെ കൈ കൊള്ളല്ലേ താൻ്റെ കൊമളച്ചിരിക്കുന്നു. ഞാൻ കുറെ കാലമായിട്ട് ബീഫ് കഴിക്കുന്നു. അയ്യോ വേർത്ത് നോക്കിയേ. നന്നായിട്ട് കഴിക്കുന്നുണ്ട്.
എരി ഒക്കെ പാകത്തിന്. ഞാൻ വെച്ചോണ്ടാണോ ഭയങ്കര വേണ്ട വേണ്ട വേണ്ട, അമ്മ വെച്ചപ്പോൾ ഇതുപോലെ ചോറ് വേണ്ട. കാല് പിടിപ്പിച്ചു തരും അമ്മേ. എല്ലാം നല്ലൊരു കുടുംബിനി ആക്കിയിട്ടുണ്ട് ഞാൻ അങ്ങനെ. ഈ ചാറും അങ്ങോട്ട് കൂട്ടിയിട്ട് ഈ ബീഫും ചോറും അച്ചാച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോറും ബീഫ് കറിയും മാത്രമായിട്ട് കഴിക്കാം. കഴിഞ്ഞ ചേട്ടൻ ഒരു കോമ്പിനേഷൻ പറഞ്ഞത് ബീഫ് ഫ്രൈയും മോര് കറിയും ചോറും. ഓ എന്റെ മോനെ മാരക കോമ്പിനേഷൻ ആയിരുന്നു. ഞാൻ അന്ന് തിന്നപ്പോഴൊന്നും ഞാൻ അതിനെ പറ്റി ആലോചിച്ചിട്ടില്ല. ക്രിസ്ത്യൻസിന്റെ ഫുഡില്ലേ അതിന് ഭയങ്കര ടേസ്റ്റാണ്. ചേച്ചി ഫോണ് അമ്മ ചേച്ചിയാ. ഏട്ട കഴിക്കേ, കുഞ്ഞാച്ചേട്ടനൊക്കെ വന്നോളൂ.